മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും പാട്ട്, അതായത് പഴയ പാട്ടുണ്ടോ കണക്ഷനുള്ള? പഴയ പാട്ടെന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഇപ്പൊ എൻ്റെ മനസ്സിലും ഇവിടെയുള്ള പല ആൾക്കാരുടെയും മനസ്സിൽ, ഒരു ജനറേഷൻ മുന്നേ ഉള്ള ആൾക്കാരുടെ മനസ്സിൽ സൂപ്പർ സ്റ്റാർ എന്നോ അല്ലെങ്കിൽ ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്പൊ പൊതുവെ അതൊരു കോമഡി ലെവലിലേക്ക് മാറിപ്പോയി. അതെന്താ അങ്ങനെ മാറിപ്പോയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല റീസൺസ് ഒക്കെ ഉണ്ടാവും. ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് അമ്മ തയ്യൽ പഠിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ തയ്യൽ പഠിക്കാൻ പോകുന്ന ആ ടീച്ചറും അമ്മയും കൂടെ ഒരു ദിവസം വളരെ വിഷമിച്ച് കരഞ്ഞൊക്കെ ഓടി വരിക. കാരണം ന്യൂസ് അറിഞ്ഞു, കോളിളക്കം സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ജയൻ ആക്സിഡന്റിൽ മരിച്ചു. ആ തയ്യൽ ടീച്ചർ ശരിക്കും സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്യുന്ന ആ ലെവലില്, കാരണം അത്രത്തോളം കേരളം മുഴുവനും അദ്ദേഹത്തിനെ ആരാധിച്ചിരുന്ന കുറേ ആൾക്കാർ, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ജയൻ അന്തരിച്ചു എന്നുള്ളത്. ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ എന്നുള്ള ആ ഒരു ലെവലൊക്കെ മാറി ജയൻ ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഹീറോ ആയിരുന്നു. കാരണം ഹാൻസം ആണോ അതോ ബോഡീൻ്റെ ആണോ, ഇല്ല പ്രസന്റേഷൻ സ്റ്റൈലിലാണോ, സംസാര രീതിയിലാണോ? അപ്പോൾ പലപ്പോഴും ആൾക്കാർ ഇംഗ്ലീഷിനോട് താല്പര്യം വന്നത് പോലും ഒരു പക്ഷേ ജയനായിരിക്കും. കാരണം അങ്ങാടി സിനിമയില് വി ആർ നോട്ട് ബെഗേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സീനിലൂടെയൊക്കെ ആയിരിക്കാം ആൾക്കാർ അത്രത്തോളം ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ അത് പറഞ്ഞു വന്നപ്പം പഴയ അമ്മ ഈ തയ്യൽ പഠിക്കാൻ പോയ കാര്യവും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് അൺബിലീവബിൾ ഫോർ പീപ്പിൾ. അദ്ദേഹത്തിന്റെ പാട്ടുകളും അങ്ങനെ തന്നെയായിരുന്നു. വളരെ നല്ല നല്ല പാട്ടുകളും ഉണ്ട്. അതെ, അതിൽ ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ടാവുമല്ലോ. ഓക്കേ, സോ വിൽ ട്രൈ ദിസ്. അതെ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. നീയറിഞ്ഞു നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം, മധുരദേവാമൃതം. അടിപൊളി. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടുന്നതൊക്കെ നല്ല രസമായിട്ടോ. ഇടയ്ക്കിടയ്ക്ക് പാടുന്നുള്ളെങ്കിലും നല്ല രസമുണ്ട്. അറിയാത്തതുകൊണ്ട് പക്ഷെ ഇടയ്ക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഇടയ്ക്ക് കയറി പാടുന്നുണ്ട്. കറക്റ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഈ നമ്മുടെ ജയൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു പവർ എന്ന് പറയുന്നത് ഇന്നും ഉണ്ട്. എല്ലാവർക്കും ആരാധന തന്നെയാണ് ജയൻ എന്ന് പറയുന്ന ആക്ടറിനോട്. പക്ഷെ അനുകരിക്കാറുമുണ്ട് ജയനെ ഒരുപാട്, അല്ലേ? എൻ്റെ അങ്കിൾ അദ്ദേഹം മിമിക്രി ഒക്കെ കുറേ ചെയ്തിരുന്നു. ആർട്സ് കോളേജിലൊക്കെ മിമിക്രി ഒക്കെ ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ചു. അദ്ദേഹത്തിന് ജയനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് താല്പര്യമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് അവരൊക്കെ ജീവിച്ചത്. അപ്പോൾ പെൺപിള്ളേരെ വഴി നടക്കാൻ ശ്രമിക്കാത്ത റൗഡി ഷാജി നീയാനോടാ എന്നൊക്കെ ആ ഒരു ടൈപ്പിലുള്ള സംസാര രീതി തന്നെ, ഹി ഹാഡ് എ സെപ്പറേറ്റ് സ്റ്റൈൽ. അതെ, ഇന്ന് നമുക്ക് അങ്ങനെ പറയാനുള്ള ആക്ടേഴ്സിന്റെ നമുക്ക് ഒരു ശൈലിയൊന്നും പറയാനില്ല. ഇല്ല ഇല്ല. അത് ശരിക്കും അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹം പതിപ്പിച്ച് വെച്ചിട്ട് പോയിരിക്കുകയാണ്, അല്ലേ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. ശരിക്കും ഇപ്പോൾ ഈ ശബ്ദം അനുകരിച്ചപ്പോഴാണ് ഈ മിമിക്രി അത്യാവശ്യം ചെയ്യുമല്ലോ, ഇല്ലേ? കുറച്ചു കാലമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് കുറച്ച് കാണിച്ചു തരുമായിരുന്നു. നമുക്ക് മറക്കാനാവാത്ത ചില വോയിസസ്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഭൂപേൻ ഹസാരിക, അദ്ദേഹം വലിയൊരു സിംഗറാണ്, കമ്പോസറാണ്. നമുക്ക് കുറേയധികം നല്ല നല്ല പാട്ടുകളൊക്കെ തന്നിട്ടുള്ള ഒരു വലിയൊരു കമ്പോസറാണ് അദ്ദേഹം. ആസാമിയ ഫോക്ക് മ്യൂസിക് ആണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം അദ്ദേഹം പാടുന്നത് നാസുക് നാസുക് ഉംഗലിയാ തോड़ रही है पत्तियां भाबोनपुर के भागानों में. ഒരു ടിപ്പിക്കൽ ആസാമിയ സ്റ്റൈൽ. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട് ആസ്വദിച്ചിട്ടുള്ള പാട്ട് ദിൽ ഭോം ഭോം കരേ ഘബറായേ मन घन घन करे तरसाए एक बूंद कभी पानी की
मोरी अखियों से बरसाए. നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടല്ലേ?